ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡ് കാണാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് അക്വേറിയമാണ് മറൈൻ വേൾഡ്. രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന സമയം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. മറൈൻ വേൾഡ് എന്ന് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മെയിൻ കവാടം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് കടൽ ജീവികളുടെയും കടലിലുള്ള മത്സ്യങ്ങളുടെയൊക്കെ ഒരുപാട് ചിത്രങ്ങളും രൂപങ്ങളും എല്ലാം അവിടെ സൈഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് കണ്ട് നമുക്ക് പതുക്കെ മുമ്പോട്ട് നടന്നു പോവാം. കുറച്ചുകൂടി മുമ്പിലായിട്ട് വി ലവ് മറൈൻ വേൾഡ് എന്ന് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ചുവട്ടിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ, ഓഫീസ്, ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സന്ദർശകർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ മുമ്പോട്ട് നടക്കാം. 400 രൂപയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികൾക്ക് 280 രൂപയും മുതിർന്നവർക്ക് 350 രൂപയാണ് ഇവിടത്തേക്കുള്ള ചാർജ്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അക്വേറിയം എൻട്രൻസിലേക്കാണ് പോകുന്നത്. നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അതിൻ്റേതായ ഉദ്യോഗസ്ഥരുണ്ട്. നമ്മൾ നേരെ കയറി ചെന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഇരുട്ട് റൂമിലേക്കാണ് കയറുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് തന്നെ കാറിൻ്റെ അകത്തൊരു അക്വേറിയം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 100 കണക്കിന് വർണ്ണ മത്സ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ അതിൻ്റേതായ തീം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അതുപോലെയാണ് അവർ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടം വിട്ട് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആ റൂം എന്നൊക്കെ പറഞ്ഞ ഒരു ആഫ്രിക്കയിലെ ഒരു പിരമിഡിൻ്റെ ഒരു ലുക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഓരോ തീമും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രം പോലെയാണ്. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പരമാവധി വീക്കെൻഡ് ഡേയ്സ് ഒഴിവാക്കിയിട്ട് വർക്കിംഗ് ഡേയ്സിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം വീക്കെൻഡ് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ കൂടുതലായിട്ടുള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും കണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ചാൻസ് കൂടിയാണ് വർക്കിംഗ് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിവിടുത്തെ തന്നെ മറ്റൊരു മെയിനായിട്ടുള്ള അട്രാക്ഷനിലൊന്നാണ് സിലിണ്ടറിൽ ഒരു അക്വേറിയം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ അക്വേറിയത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു മറൈൻ വേൾഡ് എന്ന് പറയണേ. ഓരോ അക്വേറിയത്തിലും അതിനോട് ചേർന്ന് തന്നെ ആ മത്സ്യത്തിൻ്റെ ഫാമിലി, ഡയറ്റ്, അതിൻ്റെ നേറ്റീവ്, ലൈഫ് സ്പാന്, മാക്സിമം സൈസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. 300ഓളം വിഭാഗത്തിൽപ്പെട്ട 3 ലക്ഷത്തോളം മീനുകളുണ്ടെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതൊരു കടലിൻ്റെ അടിയിൽ പെട്ടുപോയ ഒരു വള്ളത്തിൻ്റെതായ ഒരു തീം ബേസിലാണ് ഇത് കിടക്കുന്നത്. പിന്നെ മത്സ്യത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അക്വേറിയത്തിൽ നിറയെ മഞ്ഞക്കൂരി കിടക്കണേ. ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭൂതം, ആ ഒരു തീം ബേസിലാണിത് സെറ്റ് ചെയ്തേക്കണത്.
അതിൻ്റെ എയർ ബബിൾസ് കൊടുത്തിരിക്കുന്ന കറക്റ്റ് ഒരു ഭൂതത്തിൻ്റേതായ ഒരു സെറ്റപ്പ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഓരോ അക്വേറിയം അതിൻ്റേതായ ഒരു തീം ബേസിൽ നല്ലൊരു സ്റ്റോറി പോലെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണിത്. ഇത് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഒരു ഫിഷ് സ്പാ ചെയ്യുന്ന ഇടത്തേക്കാണ്. ഇപ്പോൾ ഈ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് അക്വേറിയംസ് ഉണ്ട് 2 സൈഡിലായിട്ട്. അതുപോലെ തന്നെ നടുക്കൊരു ചെറിയ കനാല് പോലെയാണ്. ഇപ്പോൾ ഈ കനാലിൻ്റെ അകത്താണ് ഒരുപാട് ഈ ചെറിയ ചെറിയ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് സ്പാ ചെയ്യണമെങ്കിൽ നമുക്ക് കാലതിലേക്ക് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാലിറക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അവർ ദിവസവും പല പ്രാവശ്യങ്ങളിലായിട്ട് വെള്ളം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ മീൻ അതിൻ്റെ അകത്ത് വന്ന് നമ്മൾ ഇങ്ങനെ കൊത്തുകയൊക്കെ ചെയ്യും. ഇത് അവിടെ തന്നെയുള്ള ഒരുപാട് അക്വേറിയംസിലുള്ള ഒരെണ്ണമാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ റൂം. ഇതിവിടെ തന്നെയുള്ള മറ്റൊരു സ്പെഷ്യലായിട്ടുള്ളൊരു അക്വേറിയമാണ്. നമുക്കിതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റും. താഴേന്ന് അവരൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറി നിൽക്കുവാണെങ്കിൽ പുറത്ത് നിന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു അക്വേറിയത്തിൻ്റെ അകത്ത് കയറി നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രതീതി നമുക്ക് പുറത്തുനിന്ന് കിട്ടും. ഫിഷ് സ്പാ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കാലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ മീനുകൾ, ഒരുപാട് മീനുകളുണ്ട്, 100 കണക്കിന് മീനുകളാണ് തന്നെ. അപ്പോൾ ഇതിങ്ങനെ വന്ന് കൊത്തുകയൊക്കെ ചെയ്യും. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളൊന്ന് പോയി കഴിയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് തൃശ്ശൂർ ചാവക്കാടായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളൊരു ദിവസത്തെ ട്രിപ്പ് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേയിൽ പോകണം. വർക്കിംഗ് ഡേ പോവുകയാണെങ്കിൽ ഇത് കാണാം. അതുപോലെ തന്നെ ചാവക്കാട് ബീച്ചുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ആനക്കോട്ട ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ താഴെയുള്ളൂ അത്. അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാം കണ്ടെന്ന് ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ലൊരു ടൂർ ട്രിപ്പായിരിക്കും ഇത്. 1 ഡേ ടൂറിന് പറ്റിയ നല്ലൊരു പ്ലേസ് എന്ന് തന്നെ പറയാൻ പറ്റും ഇത്. ഇത്രയും വലിയ ഒരു സെറ്റപ്പിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ഇത്രമാത്രം മീനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു മീനിൻ്റേതായ ഒരു സ്മെല്ലോ അങ്ങനെ ഒരു അഴുക്കോ ഒന്നും അവിടെ കാണാനേ ഇല്ല. അത് നല്ല രീതിയിലാണ് ഇത് പരിപാലിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. വെള്ളം അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എപ്പോഴും നമുക്കിത്. ഒരു സൈഡിൽ നിൽക്കുന്നൊരു മത്സ്യകന്യകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ചെറിയൊരു അക്വേറിയം ഉണ്ട്. ഫ്രണ്ടിലൊരു ചെറിയൊരു പോണ്ട് പോലെ, ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മറ്റൊരു റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഒരു ഐസിൻ്റേതായ ഒരു തീം ബേസാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ പെൻഗിനുകളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ അവിടെ അവർ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അതിന് ഇത്ര ചാർജ് ഉണ്ട്. അപ്പോൾ ആ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് വാങ്ങിച്ചാൽ മതി. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. വലിയൊരു സ്രായിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ പോലെയാണ്. അത് മറ്റൊരു ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. ഇതാണ് കാണുന്ന സ്രാവ്. പിന്നെ നമ്മൾ പോകുന്ന റെയിൻ ഫോറസ്റ്റ് ആണ്. പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ലൈറ്റ്, അതുപോലെ തന്നെ കാടിൻ്റെതായ ഒരു സൗണ്ട്, അങ്ങനെയൊക്കെ അതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ശരിക്കും ഒരു കാട്ടിൽ പെടുന്ന ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്,
അത് ശരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്കത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കുറേ ആമകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ചെറിയ പോണ്ടിൽ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ 5-6 കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. കുറേ ദിനോസറിൻ്റെ അസ്ഥികൂടങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഈ റെയിൻ ഫോറസ്റ്റ് തന്നെ മറ്റൊരു ഏരിയയാണ്. ഈ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ ശരിക്കും ഒരു ഒറിജിനലായ നല്ലൊരു ഇതുപോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ വലിയൊരു അക്വേറിയമാണ്, വലിയൊരു പോണ്ടാണ് ശരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മീനിൽ ഈ താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. വലിയ അരാപ്പയ്മയാണ് കിടക്കുന്നത്. അതുപോലെ മീഡിയം സൈസിലുള്ള കുറേ മീനുകളുണ്ട്. ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും ഇത്. അവിടെ നമ്മൾ മറ്റൊരു വഴി കൂടെയാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് അക്വേറിയംസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മുമ്പ് കണ്ടതുപോലെയല്ല, മറ്റ് ടൈപ്പിലുള്ള ഒരു ചെറിയ ചെറിയ സിലിണ്ടർ ടൈപ്പിലുള്ള അങ്ങനത്തെ അക്വേറിയംസാണ് ഇവിടെ അധികം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലും പലതിലും ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതുപോലെ തോന്നും. അപ്പോൾ അതിൽ ആ സിലിണ്ടറിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീനോ അല്ലെങ്കിൽ 2 മീനൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് അതിനോട് ചേർന്ന് തന്നെയാണ് മറ്റ് അക്വേറിയംസൊക്കെയാണ്. സാധാരണക്കാർക്കൊക്കെയാണ് ഇത് നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാം. അതുപോലെ പഠിക്കാനായിട്ടുള്ള ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടോ അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെതായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റേതായ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ട്. എല്ലാ സെക്ഷനിലും അതിൻ്റേതായ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരും. നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇനി. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ജീവിയുടെ വായിക്കട തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട റെയിൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ആ റെയിൻ ഫോറസ്റ്റിൻ്റെ താഴത്തെ സെക്ഷനിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് അറാപ്പയ്മകളൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ താഴ്ഭാഗമാണിത്. ഇവിടെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മീനുകൾ അടുത്തടുത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പോലെ നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ വലിയ വലിയ അറാപ്പയ്മകളുണ്ടാവും ഇവിടെ. അതുപോലെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഒരിതാണ്, ഒരു ആളവിടെ ഇരുന്ന് താഴെ ഇരുന്ന് അക്വേറിയം ക്ലീൻ ചെയ്യണതാണ്. ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് അയാളുടെ തന്നെ അത്ര വലിപ്പമുള്ള വലിയ അരാപ്പയ്മകളുടെ കൂടെ ഫിഷ് ടാങ്കിൽ കിടന്ന് അദ്ദേഹം ടാങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നല്ല നല്ല ഒരുപാട് കാഴ്ചകൾ ഇവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ മറൈൻ വേൾഡിൻ്റെ പാർക്കിൽ തന്നെ നമുക്ക് ലൈവായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ വലിയൊരു ബേഡ്സ് പാർക്കുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം.
ഇത് എക്സോലോട്ടൽ എന്ന് പറഞ്ഞാൽ ഓന്ത് പോലെ, ഓന്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഉരക ടൈപ്പിലുള്ള ഒരു ജീവിയാണിത്. ഇത് ഇതുപോലെ തന്നെ കൈയും കാലും കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് ഇത് വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും. ഇത് ഈലാണ്. കാണുമ്പോൾ മീനാണെന്നോ പാമ്പാണെന്നൊക്കെ തോന്നും. ഇത് ഈൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ ഇത് മനുഷ്യനെ ആക്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ അക്വേറിയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷാർക്കിൻ്റെ ഒരു കേന്ദ്രമാണ് ഇതിൻ്റെത്. ഒരുപാട് ഷാർക്കുകളാണ്, ചെറിയ ചെറിയ ഷാർക്കുകളാണുള്ളത്. അതിങ്ങനെ ടാങ്കിന് ചുറ്റും, വലിയ അക്വേറിയമാണ്, അപ്പോൾ ആ ടാങ്കിന് ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ അടിത്തട്ടിലുള്ള ചെറിയ ചെറിയ ജീവികളെ മുതൽ വലിയ മത്സ്യങ്ങളെ വരെ കാണാനായിട്ടുള്ള നല്ലൊരു ചാൻസ് കൂടിയാണ് നമുക്കിവിടെ വിസിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇവിടുത്തെ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുടുംബശ്രീയുടെ നല്ലൊരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നിസ്സാര പൈസയേ ഉള്ളൂ. നല്ല ഫുഡാണ്. ഞാൻ അവിടെ നിന്ന് കഴിച്ചതായിരുന്നു, അതുകൊണ്ടാണ്. ആമസോൺ നദി കാണുന്ന പിരാന മീനാണിത്. 10 വർഷക്കാലം ആയുസ്സുള്ള പിരാനയ്ക്ക് 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കണതാണ്. ഇതുപോലെ അത്യപൂർവമായിട്ട് കാണപ്പെടുന്ന മീനുകളെയും അതുപോലെ കടൽ ജീവികളൊക്കെ കാണാനായിട്ട് നല്ലൊരു അവസരം തന്നെയാണ് ഈ മറൈൻ വേൾഡ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായിട്ടുള്ള അണ്ടർ വാട്ടർ ടണൽ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മീനുകൾ, അതുപോലെ തന്നെ അരാപ്പൈമ പോലെയുള്ള വലിയ മീനുകളും അതുപോലെ ഷാർക്കുകളും ഒക്കെ നമ്മുടെ തൊട്ടടുത്തേക്കടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ വലിയ വലിയ മീനുകൾ നമ്മുടെ കൈയുടെ തൊട്ടടുത്തേക്കടെ, നമ്മളിവിടെ കൈ വെച്ച് കഴിഞ്ഞിട്ട് കൈയുടെ തൊട്ടടുത്തേക്കടെ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടും ഇതിൻ്റെ. അക്വേറിയത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഫിഷ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഫിഷ് ഫീഡ് ചെയ്യാനുള്ള വലിയൊരു പോണ്ടാണ്. ഇതിൻ്റെ അകത്ത് 100 കണക്കിന് മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിഷ് ഫീഡ് ചെയ്യാം. ഫിഷ് ഫീഡ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ മീനുകളെ തൊടാനായിട്ടും പറ്റി നല്ലൊരു അവസരം കൂടിയാണിത്. അപ്പോൾ മിസ് ചെയ്യാതിരിക്കുക, മീനെ തൊട്ട് തലോടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.